വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് രാവിലെ മാർക്കറ്റ് 220 പോയിന്റ് പ്ലസ്സിലുണ്ടായിരുന്നു. പെട്ടെന്ന സമയം 70 പോയിന്റ് വരയ്ക്കും ഇറങ്ങിയായിരുന്നു. തിരികെ ഒരു 90 പോയിന്റ് പ്ലസ്സിലാണ് ഇരിക്കുന്നു. ഗോൾഡിന്റെ വില തിരികെ കയറി 14,000 ചെന്നിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 15,273 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് 2,45,000 രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നു വെള്ളി. രാവിലെ നോക്കുമ്പോൾ എല്ലാ ഇൻഡെക്സസും അപ്പിലാണ് ഇരുന്നത്. പക്ഷേ ഈവനിങ് നോക്കുമ്പോൾ എല്ലാം ഇറങ്ങിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ കാറ്റ് ഇറങ്ങിയിരിക്കുന്നു. ദുബായിനെ RBI സ്ട്രൈറ്റാ നിർത്തി വെച്ചിരിക്കുന്നു 94, 92-ൽ. അപ്പുറം ഇപ്പുറം പോകുവാണെങ്കിൽ 95-ക്ക് പോകും. 108, 110 ബാരൽ കച്ച എണ്ണ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ കച്ച എണ്ണ ഇല്ല. ഇന്ന് ഈ 3 ദിവസത്തിൽ വന്ന ന്യൂസിനെ കുറിച്ച് നോക്കാം. 3 ദിവസം കിട്ടിയ വലിയ ന്യൂസ്, കമേഴ്ഷ്യൽ സിലിണ്ടറിന് 1000 രൂപയ്ക്ക് അടുത്ത് കയറ്റിയിരിക്കുന്നു. 993 ബാറ്റ പ്രൈസ്. കമേഴ്ഷ്യൽ സിലിണ്ടറിൻ്റെ വില 3,600 രൂപയാണ്. ഇതിൽ ഇന്നൊരു നോംസ് വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ സ്ഥലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇരുന്നാൽ തന്നെ കമേഴ്ഷ്യൽ സിലിണ്ടറിനെ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തള്ളുവണ്ടിയൊക്കെ വച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കമേഴ്ഷ്യൽ സിലിണ്ടർ വാങ്ങാൻ പറ്റൂല. 5 കിലോ സിലിണ്ടറിൻ്റെ വില കയറ്റിയിരിക്കുന്നു. ആൽമോസ്റ്റ് ഒരു 200 രൂപയാണ് വ്യത്യാസം 5 kg സിലിണ്ടറിനും 14 kg സിലിണ്ടറിനും. 14 kg സിലിണ്ടർ വരാൻ താമസിക്കും. കാരണം നമ്മളെ സ്ഥലങ്ങളിലൊക്കെ സിലിണ്ടറിൻ്റെ പ്രോബ്ലം ഉണ്ട്. വെളിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടും. അമേരിക്ക വന്നിട്ട് ഇറാൻ കൊടുത്ത എല്ലാ പ്രപ്പോസലും റിജക്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇറാൻ വന്നിട്ട് ഇപ്പോൾ സിറ്റിംഗ് റെഡി. ട്രംപ് എന്ത് പറയുന്നു എന്നാൽ ഞാൻ ഹോമൂസിൽ മാട്ടിയിരിക്കുന്ന കപ്പലിനെ വെളിയിലെടുക്കുമെന്ന് പറയുന്നു. എങ്ങനെയാണ് വെളിയിലെടുക്കാം അല്ലെങ്കിൽ ഏത് ഫോഴ്സാണ് ഉപയോഗിക്കും എന്ന കാര്യത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. OPEC എന്ത് പറയുന്നു എന്നാൽ UAE വെളിയിൽ ചെന്നു, പക്ഷേ അവർ ഔട്ട്പുട്ട് ഞങ്ങൾ അലോ ചെയ്തിട്ടില്ല. ആൽമോസ്റ്റ് 2 ലക്ഷം ബാരൽ എക്സ്ട്രാ ഒരു ബാരൽ അലോ ചെയ്യുമെന്ന് പറയുന്നു. 2 ലക്ഷം എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 ലക്ഷം ഇല്ല. കറക്റ്റാக പറയണമെങ്കിൽ 1,88,000 നോർമലായിട്ട് കുറച്ച് എക്സിറ്റ് ചെയ്യും. അതുകൊണ്ട് 2 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ബാരൽ എങ്ങനെയാണ് ഹോമൂസിലിരുന്ന് വെളിയിൽ വരുമെന്ന് അറിയാൻ പറ്റിയിരുന്നില്ല. ഇന്ത്യ വന്നിട്ട് ഡീസൽ എണ്ണയായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ഡ്യൂട്ടി കയറ്റിയിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് എന്ത് പറയുന്നുവെന്നാൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഇരിക്കുന്നവർക്ക് എക്സ്പോർട്ട് ഡ്യൂട്ടി ഇല്ല എന്ന് പറയും. ജാംനഗർ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരും. കാരണം അവർക്ക് ഡ്യൂട്ടി ഇരിക്കില്ല. ഈ ഒന്നിനെ എപ്പോഴും അവർ സൂക്ഷിച്ചു വയ്ക്കും. ഇന്ത്യയിൽ മാർക്കറ്റ് GDP വന്ന് 138% ആയിരിക്കുന്നു. ഇത് കാരണം വാല്യുവേഷൻ റിസ്ക് ഇരിക്കുമെന്ന് പറയുന്നു. ഇത്രയും ദിവസം കൊണ്ട് ഞാനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, വാല്യുവേഷൻ റിസ്ക് ഇരിക്കുന്നു എന്നാണ്. ശരി, നിങ്ങൾ മാർക്കറ്റിന് സ്റ്റഡി ആയിട്ട് 23,800-ലിരുന്ന് 24,000 വരയ്ക്കും പിടിച്ചു വയ്ക്കുമ്പോൾ FPIs ഇന്നും ഒരു 14,000 കോടിയെ വിറ്റ് കാശിനെ വെളിയിലെടുത്തുകൊണ്ട് ചെന്നു. RBI വന്നിട്ട് ഡൊമസ്റ്റിക് ഗോൾഡ് ഹോൾഡിംഗ് 77% ആയിരിക്കുന്നു. കാരണം അവർ എക്സ്ട്രാ റിസർവ്സ് ഒന്നും വാങ്ങിയില്ല. ഫോറിൻ റിസർവ് ഇരിക്കുന്ന ഡോളറിനെ വിറ്റുകൊണ്ടേയിരിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഗോൾഡിന് വിൽക്കുന്നില്ല. ഇത് കാരണം ഗോൾഡിൻ്റെ ഷെയർ കയറിയിരിക്കുന്നു. ഗവൺമെൻറ് ഗോൾഡ് വാങ്ങിയെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇപ്പോൾ ഫോറക്സിന് വാങ്ങുന്നവരുടെ നിലയ്ക്ക് ഇന്ത്യ ഇല്ല. സൈഡസ് ലൈഫ് സയൻസസ് എന്ത് ചെയ്യുന്നു എന്നാൽ ചെറുതായിട്ട് ഒരു ഫ്രഞ്ച് കമ്പനിയെ വാങ്ങിയിരിക്കുന്നു. ഡീൽ അവർക്ക് വളരെ ഉപയോഗമായിരിക്കും. അതേസമയം ഫാർമയിൽ വന്ന് റെവൽമൈൻഡ് ഇതുപോലത്തെ പ്രോഡക്റ്റുകളിൽ എക്സ്ക്ലൂസിവിറ്റി പോയി. പക്ഷെ ഒരുപാട് ഹോസ്പിറ്റൽ ഓർഡേഴ്സ് വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. Q4 ഔട്ട്കം മിക്സ്ഡാ തന്നെ ആയിരിക്കും. അതിൻ്റെ ശേഷം ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ ഫോർവേഡ് ഡോളർ വിറ്റത് $104 ബില്യൺ ആയി. അതായത് ഫോർവേഡ് മാർക്കറ്റിന് ഡോളർ വിറ്റത് $104 ബില്യൺ ആയി. അത് നോക്കുമ്പോൾ ഈ ക്ലോസ് ചെയ്ത സമയം നമ്മളുടെ റിസോഴ്സ് ഇന്നും വരും പ്രഷറിലിരിക്കും. കാരണം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്കൊക്കെ വളരെ നല്ലതാണ്. ടൈറ്റൻ എന്ത് പറയുന്നത് എന്നാൽ ഗ്ലോബൽ പുഷ് ഞങ്ങൾ പോകുന്നു. ഇന്ത്യയിൽ മാർക്കറ്റ് ഇല്ലെങ്കിൽ എന്താണ്, വലിയ സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഇരിക്കുമല്ലേ, അവിടെ പുഷ് ചെയ്യാം. 15 to 20% ഗ്രോത്ത് ഇരിക്കും. പ്രീമിയം മാർക്കറ്റിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾ ഡമാസ് ഒക്കെ വാങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ടാറ്റ ട്രസ്റ്റിൽ പ്രോബ്ലം ഇരിക്കുമെന്ന് ഇവർ പറയുന്നു. പക്ഷെ ഒരു പ്രോബ്ലമും ഇല്ല. അവരൊക്കെ കാറ്റിടാണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ടാറ്റ തന്നെ റൺ ചെയ്യും. മുഖത്തിൻ്റെ നീതി അതാണ്. ഫാമിലി അവരത്, ട്രസ്റ്റ് അവരത്, കമ്പനി അവരത് പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് പോയ വർഷം എല്ലാ ബ്രാൻഡിനും 10% ഡൗൺ ആണ്. 6% ആയിരിക്കുന്നു. EVയുടെ സെയിൽസ് സ്റ്റഡിയായി ഏറിക്കൊണ്ടേയിരിക്കുന്നു. ടാറ്റയ്ക്കും JSWയ്ക്കും നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പെട്രോൾ ഡീസൽ പ്രോബ്ലം ആകുമെന്ന ഒരു പേടിയിൽ ഒരുപാട് ആൾക്കാർ പാസഞ്ചർ വെഹിക്കിൾ വാങ്ങുന്നു. ടാറ്റ പാസഞ്ചർ വെഹിക്കിളിന് നല്ല ഒരു ന്യൂസാണ്. ന്യൂസ് എന്തെന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസിൽ ഏപ്രിൽ മാസത്തിൽ 38% ടാറ്റ മോട്ടോറിൻ്റെ ഷെയർസ് കയറിയിരിക്കുന്നു. പാസഞ്ചർ വെഹിക്കിൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ ഒരു GST ബമ്പാണ് തീർന്നു.
അത് വന്നായിരുന്നു. അതിൽ 10% കുറഞ്ഞിട്ടുണ്ട്. മുതൽ 6 മാസത്തിൽ 10% എങ്ങനെ കുറഞ്ഞെന്ന് വെച്ചാൽ അമ്പ് തീർന്നുവെന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം നിർത്തി വാങ്ങാതിരുന്നവരൊക്കെ വാങ്ങി. 3-4 മാസത്തിൽ വാങ്ങാൻ പോകുന്നവർ ചേർന്ന് വാങ്ങി എന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലായെങ്കിൽ അറിയാം இப்போதைக்கு ഇത് വലുതായിട്ട് കയറൂല. ബജാജ് ആട്ടോ എന്ത് പറയുന്നു എന്നാൽ ക്യാഷ് ഫ്ലോ ബിസിനസ് നന്നായിരുന്നു, ഫ്ലോ വളരെ നല്ലായിരുന്നു, നിങ്ങളൊരു ബൈബാക്ക് കൺസിഡർ ചെയ്തു ഇപ്പോൾ പറയുന്നത്. ചില രാജീവ് ബജാജ് എന്ത് പറയുന്നു എന്നാൽ അവരുടെ മാർക്കറ്റ് വാല്യുവേഷൻ കൂടുതലാക്കാൻ കുറച്ച് ഷെയർസിനും വാങ്ങി എക്സ്റ്റിങ്ക്യൂഷ് ചെയ്താൽ തെറ്റില്ല എന്ന് പറയുന്നു. എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ ഇന്നും കാശ് കൊട്ടാൻ പോകുന്നു എന്ന് പറയുന്നു. ഇട്ട് ഒരു പ്ലാന്റിന് ബദലായിട്ട് 3 പ്ലാന്റ് ആക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എക്സ്പാൻഷൻ ചെയ്യാൻ പോകുന്നു. അത് മാത്രമില്ലാതെ ഓൺ ഡിമാൻഡ് കൊണ്ടുവരാൻ പോകുന്നതായിട്ടാണ് പറയുന്നു. ഇതും പ്രോഡക്റ്റിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മാരുതി സുസുക്കി ഷെയർ മാർച്ച് മാസത്തിൽ കുറഞ്ഞത് ഏപ്രിൽ മാസത്തിൽ തിരികെ ഒരു 40% മുകളിൽ ചെന്നിരിക്കുന്നു. എന്നിട്ട് ഓവറോൾ സ്ലോ ഡൗൺ ആണ്. അതിനും സ്ലോ ഡൗൺ മാരുതിക്ക് കുറച്ച് കുറവായിട്ടുള്ള സ്ലോ ഡൗൺ. അങ്ങനെ തിരികെ 42% മാർക്കറ്റ് ഷെയർ ഇറങ്ങി മാരുതിക്ക്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ വന്ന് 50% പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു. പിന്നെ ഈ പ്രോഫിറ്റ് എങ്ങനെ വന്നിരിക്കുന്നു എന്നാൽ കോപ്പ് ചീപ്പിനൊക്കെ വില കയറ്റിയിരിക്കുന്നു. അതേ സ്ട്രിങ്ഫ്ലേഷൻ ചെയ്തിരിക്കുന്നു. 100 ഗ്രാം കൊടുക്കണം. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ എടുത്തോ 1 ഗ്രാം കൊടുക്കേണ്ട സ്ഥലത്തിൽ 80 ഗ്രാം കൊടുക്കുന്നു. ഇതിലൊരു ആർട്ടിക്കിൾ വന്നായിരുന്നു, അവരും സ്ട്രിങ്ഫ്ലേഷൻ ചെയ്യുന്നുവെന്ന്. ഗോൾഡ്മാൻ സാക്സ് എന്ത് പറയുന്നു എന്നാൽ ഈ സ്റ്റോക്കൊക്കെ വാല്യുവേഷൻ ആൻഡ് ഗ്രോത്ത് ഒരുപാട് ഇരിക്കുന്നു. ഇത് കാരണം ഫ്യൂച്ചർ നന്നായിരിക്കുമോ എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ TCSനൊക്കെ ഡൗൺഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നു. അഗ്നസെൻ്റ് എന്ത് പറയുന്നു എന്നാൽ 5000 പേരിന് ടാറ്റ പറഞ്ഞ് അയച്ചിരിക്കുന്നു. മുക്കാവശ്യ ആൾക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരെന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. ഒരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ ആന്ത്രപ്പിയെ കുറിച്ചാണ്. എപ്പിക് ക്ലൗഡിൻ്റെ സെയിൽസ് ആദ്യത്തെ പ്രാവശ്യം ടാൻ ഓവർ ക്രോസ് ചെയ്ത് പോകുന്നു. ടെക് മഹീന്ദ്രയുടെ റിസൾട്ട് 13% ആണ് കയറിയിട്ടുള്ളത്. ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യുന്നു എന്നാൽ ഒരു പോർഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് കാർഡ്സിനെ വാങ്ങുന്നു. ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിൽ ചില പോർഷൻ വന്ന് അങ്ങനെ പോകുന്നു. അങ്ങ് എന്ത് പറയുന്നു എന്നാൽ ആൾറെഡി ഞങ്ങൾ റൈറ്റ് ഓഫ് ചെയ്ത ലോണൊക്കെ ARCTയുടെ അടുത്ത് വിൽക്കുവാണെങ്കിൽ നോർമൽ ഇടുവെങ്കിൽ ക്രിയ പോകുമെന്ന് പറയുന്നു. അടുത്തത് ഗൂഗിൾ വന്നിട്ട് റിസൾട്ട് കൊടുത്ത് ലാസ്റ്റ് ക്വാർട്ടറിൽ വന്ന കാരണം ദ വാല്യുവേഷൻ $4.65 ട്രില്യൺ ചെന്നിരിക്കുന്നു. പെട്ടെന്ന് ആ 4.65 ട്രില്യൺ എന്ന് പറയുന്നത് 5 തൊടുമെന്ന് പറയുന്നു. ഗൂഗിൾ വന്നിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റ് വന്നിട്ട് കമ്പനി ടു ദി $5 ട്രില്യൺ ലേശതായിരിക്കുമെന്നാണ് പറയുന്നു. ബേഷഹാദ്വെ കയ്യിൽ $80 ബില്യൺ ഇരിക്കുന്നു. വാട്ടർ വേറെ തീരാൻ പോകുന്നു. ഇത് കാരണം നമ്മൾ 400 ബില്യണിന് റൗണ്ട് ഓഫ് ചെയ്യാം. ക്യാഷിലിരിക്കുന്നു. വില ഒന്നും തീർച്ചയായിട്ട് കിട്ടിയില്ല. ഇതിന് അങ്കിൾ സാമിനെ കടം കൊടുത്ത് 4% കടം കൊടുത്ത് വഡ്ഡി വാങ്ങി എടുക്കാമെന്ന് പറയുന്നു. വർഷത്തിന് $16 ബില്യൺ വഡ്ഡി വാങ്ങുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് സ്ട്രോങ് ഗ്രോത്ത് ഇരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ് വന്നിട്ട് ഒരു കീ ഗ്രോത്ത് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നു. ഇതാണ് ഇന്നുള്ള ന്യൂസ്. അടുത്തത് അക്ഷയ മൂലം ആപ്പിൾ ഇരിക്കുന്നു. ഗൂഗിളിനെ കറക്റ്റ് 90s കൺസിഡർ ചെയ്ത് 4 മടങ്ങ് ഏറിയിരിക്കുന്നു. ഇപ്പോഴത്തെ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു കയറിയിരിക്കുന്നു. എന്ത് ശേഷം റെഗുലറായിട്ട് സൈഡസ് ലൈഫ് സയൻസസ് കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒരാളായിട്ട് മാർക്കറ്റ് നന്നായിരിക്കുന്നു. ഫ്ലൈറ്റ് നമ്മൾ ആടിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ സേഫായിരിക്കും. മാർക്കറ്റ് ഇറങ്ങുന്നതോളം നമ്മൾ പട്ടാസ് ലിസ്റ്റിൽ നിന്ന് കുറച്ചായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ നെയിം നിങ്ങൾ അപ്പായിട്ട് കൺസിഡർ ചെയ്യാം. പറഞ്ഞതുപോലെ 5 വർഷത്തിൽ രൂപ സെഞ്ചുറി അടിച്ച് 25 അടുത്ത് വരുവാണെങ്കിൽ ഗോൾഡ് 1 ഗ്രാം 32,000 രൂപ തീർച്ചയായിട്ടും എത്തും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.